പ്രത്യേകമായ കരുതലും സ്നേഹവും ജീവിതത്തിൽ ലഭിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യവും. നമ്മുടെ ഈ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ MLA നിയമസഭയിൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി പ്രത്യേകം അനുശോചനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ ശിവദാസൻ നായർ MLA കൂടി അനുശോചനം കുടുംബാംഗങ്ങളുടെ പേരിൽ മറ്റു വാക്കുകൾ അറിയിച്ചുകൊണ്ട് വാക്കുവെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയ അനിയന്റെ ഭാര്യ പ്രിയ ലിസി, പ്രിയ അമ്മച്ചയുടെ മൂത്ത മകളാണല്ലോ. അങ്ങനെയുള്ള ബന്ധത്തിലാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ മാതാവ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിൽ ചേർക്കപ്പെട്ടു. എന്നാൽ താൻ ഒരു പ്രൊമോഷൻ ലഭിച്ച് വിശ്രമത്തിന് വേണ്ടി കടന്നു പോയിരിക്കുകയാണ്. താമസവിന പ്രതിഫലം പ്രാപിക്കുവാൻ വീണ്ടും താൻ എഴുന്നേറ്റ് വരുന്നുള്ള വലിയ പ്രത്യാശയാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപിതാവിനെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും സർവശക്തനാഥയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അടൂരിന്റെ പ്രദേശത്ത് നിന്ന് ഞാൻ കുടുംബവും ഞങ്ങളുടെ സഭയും ഞങ്ങൾ 10-25 പേര് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. തുടർന്ന് നമ്മളെല്ലാവരെയും ആശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഭയിലെ ഒരു കുടുംബമാണ് ഞാൻ. അതിക്കായി കടന്നു വന്നാണ്. സൗദി അറേബ്യയിലാണ് എൻ്റെ ജോലി. പ്രിയ മാതാവിന്റെ വിയോഗത്തിൽ പ്രിയപ്പെട്ടവരൊത്ത് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരവസരം തന്നു എന്നാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം എല്ലാ മുന്നേ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന അവരവനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. വെളിക്കാട്ടിൽ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഞങ്ങളൊരു സഭയിലെ അംഗങ്ങളാണെങ്കിലും വെളിക്കാട്ടിലെ കുടുംബവും കുരിയിലത്തെ കുടുംബവും തമ്മിൽ വളരെ ബന്ധങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് വെളിക്കാട്ടിലെ കൊച്ചമ്മ കുരിയിലേത്തുള്ള ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ മക്കളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും ഞങ്ങളെ എല്ലാവരെയും കാണുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുന്ന ഒരു മാതാവിനെയാണ് ഇന്ന് നമുക്ക് പ്രശ്നമായിരിക്കുന്നത്. എങ്കിലും ആരും ദുഃഖിതരല്ല. കഴിഞ്ഞ ചില കാലങ്ങളിലെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടതകളിലും കൂടെ കടന്നുപോയതിനു ശേഷം പ്രിയ മാതാവ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധാനത്തിൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് നാം ആരും അതിലെ ദുഃഖിതരല്ല. റസൂലിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ പ്രത്യാശയില്ലാത്തവരെ പോലെ മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ട്. നാം ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ നാമെല്ലാവരും ഈ ലോകത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടവരാണ്. നമ്മുടെ ജീവിതം ആ നിലയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസ് തീമോഥെയോസ് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസം കാക്കുവാൻ ഓട്ടം ഓടുവാൻ തക്കവണ്ണമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ ജീവിതം ക്രിസ്ത്യൻ ജീവിതം എല്ലാ നിലയുമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തോടൊത്ത് ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. പ്രിയപ്പെട്ടവരെ ദൈവനായ ദൈവം എല്ലാ നിലയിലും ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനകളിലൂടെ ഞാൻ എന്റെ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിച്ചു കൊടുക്കാം. അവരെല്ലാം കുടുംബസ്ഥരായി ഇന്ന് ജീവിക്കുന്നു. 2 പേര് കർത്തൃസന്നിധി 2 മരുമക്കള് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതും ഞാൻ ഈ സമയത്ത് അവരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുവാനായിട്ട് പ്രിയ അമ്മച്ചിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. പലപ്പോഴും ഞാൻ കാണുന്ന പോലെ അവരുടെ മക്കൾ വരികയും പോവുകയും അമ്മച്ചിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സഹോദരി ആലീസ് ആ പ്രിയ മകളാണ് പ്രിയ അമ്മച്ചിക്ക് തുണയായിട്ട് കഴിഞ്ഞ നാളുകളിൽ നിന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്ത് വളരെ കൃപയോട് അമ്മച്ചിയെ നോക്കിയെന്ന് പറയാതിരിക്കുവാൻ തരവില്ല. മറ്റു പല നിലയിലും പലരും സഹായിച്ചിട്ടുണ്ട്. എങ്കിലും ആലീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മാത്രമല്ല, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 14 കൊച്ചുമക്കളുണ്ട്. അവർ 14 പേരും കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുന്നവരാണ്. അവർക്കൊക്കെ സംസാരിക്കുവാൻ സമയം വേണം എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ പല ശുശ്രൂഷയും നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ കൊച്ചുമക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട്
ഇപ്പോൾ ഈ സ്ഥലസഭയിലായിരിക്കുന്ന ജോബിൻ സാർ അല്പസമയം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാ കൊച്ചുമക്കളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ മകൻ അല്പസമയം നമ്മളോട് സംസാരിക്കും. വാഴ്ത്തപ്പെടുവാനാകട്ടെ. അമ്മച്ചിയെ കുറിച്ച് വളരെ നല്ല ഓർമ്മകളും കേൾക്കുവാനായിട്ട് ഇടയായ നമുക്ക് ദൈവത്തെ നമ്മുടെ അമ്മച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മച്ചിയുടെ മരണം വരെയും ഉള്ള ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ പിതാവ് നഷ്ടപ്പെട്ട എനിക്ക് അമ്മച്ചി എന്റെ അമ്മച്ചി അല്ലായിരുന്നു, എന്റെ മാതാവും പിതാവും ഒക്കെ ആയിരുന്നു ഈ അമ്മച്ചി എന്റെ അമ്മച്ചി എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഒക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ചെറുപ്രായത്തില് എന്നെ മാനസിക പ്രോഗ്രാമുകളൊക്കെ അമ്മച്ചി എന്നെ അച്ചാച്ചനെ ഒക്കെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒരിക്കലും കൊണ്ടുപോയപ്പോൾ അമ്മച്ചി അവിടെ പാട്ടുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ അടുത്തിരിക്കുന്ന അമ്മച്ചിയുടെ കയ്യിൽ പേനയും പേപ്പറും ഒന്നുമില്ലായിരുന്നു. എന്നാൽ അമ്മച്ചി അടുത്ത് ഉണ്ടായിരുന്ന ഒരാൾ പേന വാങ്ങിച്ച ശേഷം അമ്മച്ചിയുടെ പുറകിൽ ഒരു പാട്ട് എഴുതി അതെന്നെ പഠിപ്പിച്ചത് ഞാൻ ഈ സമയത്ത് എന്റെ വിദ്യാഭ്യാസ ജീവിതത്തിലൊക്കെയും അമ്മച്ചിയാണ് എനിക്ക് പൊതുകെട്ടി ചോറ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അമ്മച്ചിക്ക് തീരുമാന ശരീരം ഇനി അല്പസമയം കൂടെ മാത്രമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ഒരു പ്രത്യാശ ഞങ്ങൾക്ക് നമുക്ക് ഏവർക്കും ഉള്ളതുപോലെ അമ്മച്ചിയെ വീണ്ടും ഒരിക്കൽ കൂടെ കാണാനായിട്ട് അനേകമായിരം വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആ കുഞ്ഞാടിന്റെ ആ തിരുസന്നിധിയിൽ വെച്ച് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഞങ്ങൾ ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് വളരെ വിഷമതകളൊന്നുമില്ല. കാരണം അമ്മച്ചി ഞങ്ങളെ വിട്ട് പോയെങ്കിലും അമ്മച്ചി ഞങ്ങളെക്കാൾ മുമ്പേ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയാമ്മച്ചി ശാരീരികമായി വളരെ ക്ഷീണത്തിലായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകൾ 1 മാസക്കാലം മാത്രമേ അമ്മച്ചി വളരെ എന്ന് പറയാൻ അല്പമായ വേദനകൾ അനുഭവിച്ച് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ മരണസമയത്ത് അമ്മച്ചിയുടെ കൂടെ നയിക്കുവാനായിട്ട് ഞങ്ങൾക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും മിക്കവാറും ഇടയായി. ആ സമയത്ത് അമ്മച്ചി ഞങ്ങളെ ഒക്കെ നോക്കുകയും എന്നാൽ മരണത്തിൻ്റെതായ യാതൊരു വെപ്രാളമോ ഒന്നും കാണിക്കാതെ തന്നെ അമ്മച്ചിയുടെ കണ്ണുകൾ എല്ലാവരെയും ഒന്ന് തുറന്നു നോക്കിയ ശേഷം അമ്മച്ചിയുടെ കണ്ണുകൾ അടച്ച് ആണ് അമ്മച്ചി ലോകത്തോട് വിട പറയുന്നത്. അതിനെ സാക്ഷി വഹിക്കുവാനും ദൈവം സഹായിച്ചു. പ്രിയ ദൈവത്തോട് ഒരു പ്രാർത്ഥനയും കൂടെ അപേക്ഷിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, വിശേഷാൽ അപ്പച്ചനെയും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ആ പ്രാർത്ഥനയും ഞങ്ങളെ ഓരോരുത്തരെയും വഹിച്ചുകൊള്ളണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ വിധമായ അപേക്ഷകളിലും ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. ദൈവം Oh,
എന്നാൽ പ്രത്യാശയോടുകൂടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഇടയാകുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യാശയുള്ള മക്കൾ, പ്രത്യാശയുള്ള കൊച്ചുമക്കൾ ആ നിലയിൽ പ്രത്യാശയോടുകൂടെ ഈ മാതാവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വാത്സല്യ കുടുംബത്തെ ദീർഘനാളുകളായിട്ട് എനിക്കും പരിചയമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു വാത്സല്യ കുടുംബമാണ് ഇത്. പ്രത്യേകിച്ച് ചാത്തുകാവ് അധികം വിദൂരമല്ല. ഏത് സമയത്തും ഈ വഴിയാണ് ഞങ്ങൾ പത്തനംതിട്ടയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. പലപ്പോഴും പ്രിയ സുബേൽ സാറ് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനായിട്ടുള്ള സാധിക്കുന്ന സമയങ്ങളിൽ അവരൊരുമിച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ കാണുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അവര് ആ കുടുംബത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായി. എന്നാൽ എന്റെ മനസ്സിലൊന്നും മായാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സുവിശേഷൻ ബാലസംഘത്തിന്റെ എല്ലാ ക്യാമ്പുകളിലും പ്രിയ അമ്മച്ചി തന്റെ കൊച്ചുമക്കളെയും കൈക്ക് പിടിച്ച് കയറി വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവരെ ദൈവവഴികൾ വളർത്തുവാനായിട്ടുള്ള അവരുടെ ആ മാതാപിതാക്കന്മാരുടെ വല്യപ്പച്ചന്റെയും വല്യപ്പച്ചയുടെയും ആ താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും അവർ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഓർത്ത്
ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റൊരു കാര്യം, ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്ഥലസഭയിലെ ഒരു സഹോദരന് പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായി. ആ സന്ദർഭത്തിൽ ആരോട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഒരു ദിവസം സമൽ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വരെ ഒന്ന് വരണം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം നല്ല ഒരു തുക എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മകന് വിദേശത്ത് നിന്ന് തന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് അയച്ചു തന്നതാണ് ഇത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നല്ല ഒരു തുക തന്നെ അതുണ്ടായിരുന്നു. ഞാൻ അപ്പോഴോർത്തത്, പറയാതെ തന്നെ ദൈവജനത്തിന്റെ ആവശ്യം അറിഞ്ഞ് അവരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു മനസ്ഥിതി ദൈവം ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിലയിൽ ഒരുപക്ഷെ ആരും അറിയാത്ത നിരവധി കാര്യങ്ങൾ ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഇനിയും ഒഴിഞ്ഞുകിടപ്പുണ്ടായിരിക്കും. എന്നാൽ നിത്യതയുടെ പൊൻപുലരിയിൽ അതൊക്കെ വീണ്ടും വെളിവാക്കപ്പെടും. അന്ന് പ്രതിഫലങ്ങൾ വീതിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്തരണത്തിൽ ഈ സമയത്ത് ഇവിടെ നിന്ന് ദൈവം എന്ന ശുശ്രൂഷ ചെയ്യുവാൻ എളിവനായ എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ കുടുംബത്തോടും പ്രത്യേകിച്ച് മുന്നോട്ടിന്റെ പ്രധാനസഭയോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയും ഒപ്പം ചാന്ദിക പ്രധാനസഭയുടെയും സുവിശേഷൻ ബാലസംഘത്തിന്റെയും അനുശോചനവും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു ചെറിയ ചിന്ത വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഒരു വിശ്വാസിയുടെ മരണത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ആ പ്രത്യേകതകൾ മുഴുവനും ഈ സങ്കീർത്തനത്തിലെ ഈ ഒരൊറ്റ വാക്യാംശത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് കുറച്ചുകൂടി വ്യക്തമാണ്. എഴുതിയിരിക്കുന്നത്, though I walk through the valley of the shadow of death, I will fear no evil, for thou art with me. ഇവിടെ മരണ നിഴലിൻ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ സങ്കീർത്തനത്തിൽ ഒരു വിശ്വാസിയുടെ മരണത്തിന്റെ പ്രത്യേകതകൾ സമയം പോലെ ഞാൻ പറയട്ടെ. ഒന്നാമതായിട്ട്, മരണത്തിന്റെ താഴ്വരയിലൂടെ കടക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ മരണം. താഴ്വരയിൽ അവസാനിക്കുന്നതല്ല, താഴ്വരയിൽ കൂടാരമടിക്കുന്നതല്ല ഒരു ദൈവവചന മരണം എന്ന് പറയുന്നത്. പിന്നെയോ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആ താഴ്വരയിലൂടെ കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത് കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇന്ന് ലോകത്തിലുള്ള അനേകരുടെ പ്രത്യാശ അത് കല്ലറ കൊണ്ട് തീരുകയാണ്, അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പുഷ്പചക്രങ്ങൾ അർപ്പിച്ച് കണ്ണുനീർ തുള്ളികൾ വീഴ്ത്തി അവിടെ അവർ മടങ്ങിപ്പോരുമ്പോൾ ദൈവജനത്തിന്റെ പ്രത്യാശ കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവർക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്, അത് കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവജനത്തിന് ആ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് ഇത് ജീവനുള്ള പ്രത്യാശയാണ്. ദൈവജനത്തിന്റെ ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ ജീവനുള്ളത് ആയിത്തീരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്ലറയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ആണ് ഈ പ്രത്യാശ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. ലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വാചകമുണ്ട്: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാണ്. ഈ ലോകത്തിൽ മാത്രമുള്ള പ്രത്യാശയല്ല, അത് മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റുള്ളതൊന്നും യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു പ്രത്യാശ. അപ്പോൾ ദൈവജനത്തിന്റെ പ്രത്യാശയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് മരണത്തിന്റെ താഴ്വരയിൽ കൂടാരമടിക്കുന്നതല്ല, അതിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നതാണ്. അതുകൊണ്ട് ഈ തരണത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, പ്രിയമാതാവ് ഈ ലോകത്തിൽ തന്റെ ദേഹം വെടിഞ്ഞ് താന് ഇതിന്റെ അപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, ഈ മരണത്തിന്റെ പ്രത്യേകത, ദൈവജനത്തിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ മരണ നിഴലിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും
ഭയപ്പെടുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തതായ ഒരു യാത്രയാണ് ഈ മരണം എന്ന് പറയുന്നത്. അനേകര് മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ അവര് ഭയപ്പെടുകയാണ്. എന്നാൽ ഇവിടെ ദൈവമക്കളുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഭയവുമില്ല. ഭയമില്ലാത്ത ഒരു താഴ്വരയാണ് ഇത് എന്ന് കാണുവാനായിട്ട് കഴിയും. മരണത്തെ പുഞ്ചിരിയോടുകൂടെ വരവേൽക്കുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ മരണത്തെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തന്റെ മരണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശുശ്രൂഷിച്ചതായിരിക്കുന്ന ഒരു നേഴ്സ് അവരെങ്ങനെയാണ് പറഞ്ഞത്, ഈ ലോകം മുഴുവനും എണ്ണിത്തരാമെന്ന് പറഞ്ഞാലും ഒരു നിരീശ്വരവാദിയുടെ മരണക്കിടക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയില്ല. കാരണം ഒരു നിരീശ്വരവാദി ദൈവത്തെ കൂടാതെ മരിക്കുന്ന ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുമ്പോൾ അത് വേദനാജനകമാണ്, ഭീതിജനകമാണ്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈ മരണം അതിൽ യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭയമില്ലാത്തത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കും, 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ച സമയത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വന്യ വയോവൃദ്ധനായിരിക്കുന്ന ശിമിയോൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കുഞ്ഞിനെ കൊണ്ട് വരുന്നത് കണ്ടിട്ട് ആ മാതാവിന്റെ അടുക്കിലേക്ക് ചെന്ന് തന്റെ വേറെയാർന്ന കരങ്ങളിൽ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി തന്റെ മങ്ങിലുള്ള കണ്ണുകൾ കൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാഥ സമാധാനത്തോട് എന്നെ വിട്ടയക്കുന്നു. ഇപ്പോൾ നാഥ സമാധാനത്തോട് എന്നെ വിട്ടയക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനത്തോടെ മരിക്കാൻ പോകുകയാണ്. സമാധാനത്തോടെ മരിക്കുക. എന്തുകൊണ്ട്, എങ്ങനെയാ സമാധാനത്തോട് മരിക്കാൻ കഴിയുന്നത്? അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കണ്ട കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകളാണ്. അവർക്ക് കണ്ണുകൾ അടയ്ക്കാം. എങ്ങനെ അടയ്ക്കാം? സമാധാനത്തോടെ അവർക്ക് അടയ്ക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, രക്ഷയെ കണ്ട കണ്ണുകൾ. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സമുദായമല്ല, രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയല്ല, രക്ഷ ഒരു സഭയല്ല, രക്ഷ ഒരു മതമല്ല. പിന്നെയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് രക്ഷ. മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കുന്നത് യേശുക്രിസ്തുവാണ്. കാൽവരിയിലെ ക്രൂശിലെ തന്റെ മരണത്താൽ മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷയൊരുക്കിയ ആ യേശുക്രിസ്തുവിനെ ഏതൊരു വ്യക്തി തങ്ങളുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുന്നുവോ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ ആ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകളാണ്. രക്ഷയെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമാവിന്റെ മരണം ഞാൻ പറഞ്ഞു, യാതൊരു ഭയവുമില്ലാത്ത മരണമായിരുന്നു. സമാധാനത്തോടെ പോകുകയായിരുന്നു. കാരണം കാലങ്ങൾക്ക് മുമ്പ് ഈ രക്ഷകനെ കാണുവാനുള്ള ഭാഗ്യം പ്രിയ അമ്മച്ചിയുടെ ജീവിതത്തിലുണ്ടായി. ആ വീട്ടിലുള്ള പ്രിയ സഹോദരങ്ങളുടെ മക്കളുടെ കൊച്ചുമക്കളുടെ ജീവിതത്തിലുണ്ടായി. അതെത്രയോ വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യാവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് വരുകാലം അതിലൊരു ഭാഗ്യം ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ മരണത്തിന്റെ താഴ്വരയിലൂടെയുള്ള ഈ യാത്ര ഭയമില്ലാത്ത യാത്രയാണ്. അതാ സെക്രട്ടറിക്കാർ പറയുന്നത്, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇനി മൂന്നാമത്, ഈ ദൈവവേദന്റെ മരണത്തിലെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊമോഷൻ ടു ദ ഹെവൻലി ഹോം എന്നുള്ളതാണ്. ഈ താഴ്വരയിലൂടെ കടന്നു പോകുക എങ്ങോട്ടെങ്കിലും പോവുകയല്ല, യാതൊരു ലക്ഷ്യവുമില്ലാതെ പോവുകയില്ല, എവിടെയെങ്കിലും ചെന്ന് ചേരട്ടെ എന്ന് വിചാരിച്ചു പോവുകയില്ല. ഇദ്ദേഹം ഒരാൾക്കൊരു ജോലി കിട്ടി വേറൊരു സ്ഥലത്തേക്ക് പ്രൊമോഷൻ വാങ്ങിച്ചു പോകുമ്പോൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ പ്രൊമോഷനാണ്. ജോലിയിൽ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തുകയാണ്. അത് സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാ പ്രൊമോഷൻ? അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. സാധാരണ നമ്മൾക്ക് തിരിച്ചാണ് പറയാറുള്ളത്. മരണത്തോടുള്ള ബന്ധത്തിൽ അയ്യോ വലിയ നഷ്ടമായി പോയി, അയ്യോ ഞങ്ങൾക്ക് അത് തീരാത്തൊരു നഷ്ടമാണ്. ശരി, നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ കിട്ടി, അവിടത്തേക്ക് പോയിരിക്കുക. അയ്യോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ മരണത്തിന്റെ താഴ്വരയിലൂടെ പോയ ഈ അമ്മച്ചിയെ ഇനിയും നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ കഴിയുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ
പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. അവരോട് ഒരുമിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുകയാണ്. നമ്മളെ വിട്ടുപോയ, നമ്മളെ നഷ്ടപ്പെട്ടു പോയ പിതാക്കന്മാര്, മാതാക്കന്മാര്, മക്കള്, കൊച്ചുമക്കള് അനേകരെ ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതാണോ, ദൈവമക്കളായി തീർന്നിട്ടുണ്ടോ, അവരെ വീണ്ടും കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവജനത്തിനുണ്ട്. കാരണം യൂണിയൻ, ഇവരെല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസം വരുവാൻ പോവുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അത് എത്രയോ സന്തോഷകരമായ ഒരനുഭവമായിരിക്കും. വിട്ടുപോയ പ്രിയപ്പെട്ടവർ എല്ലാവരും ഒന്നിച്ചു ചേരുക. മാത്രമല്ല അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കും. അവരുടെ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോൾ ദൈവജനത്തിന്റെ ഹൃദയത്തിന് പ്രത്യാശ വർദ്ധിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആ വാഞ്ച വർദ്ധിക്കുക. എന്റെ കർത്താവേ, എന്ന് ഞാൻ നിന്നെ ഒന്ന് കാണും. എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ ഒന്ന് കാണുവാൻ, അവന്റെ പൊന്നുമുഖം കാണുവാനുള്ള വാഞ്ച വർദ്ധിക്കുകയാണ്. പ്രിയ അമ്മച്ചി, ഇന്ന് ഭൗതിക ശരീരം കൊണ്ടൊന്ന് കാണും. ഇന്ന് അനങ്ങാൻ കഴിയുന്നില്ല, ചലിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ അമ്മച്ചിയുടെ ഈ ശരീരത്തിന് മാറ്റം വരും. ഒരു രൂപാന്തരപ്പെട്ട ശരീരം കിട്ടാൻ പോവുകയാണ്. ആരുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചോദിക്കുക, ഈ ക്രിസ്തുവിനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ രക്ഷകനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവവേദനായി തീർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ച് ഒരു ദൈവവേദനായിട്ട് തീരുവാൻ ഈ പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കാനാണ് വരട്ടെ. അങ്ങനെയുള്ള ഏതൊരു ദൈവവേദനം ധൈര്യത്തോടെ പറയാൻ, ഈ മരണത്തിൻ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നു. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് വീണ്ടും സ്തോത്രം. ഈ സമയത്ത് ഒരു പാട്ട് പാടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പ്രിയ സണ്ണി, പ്രിയ അമ്മച്ചിയുടെ ഇളയ മകനാണ്, വന്ന് നന്ദിയുടെ വാക്ക് അറിയിക്കുന്നതായിരിക്കും.
ചെയ്യുന്നു. ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ വലിയവനായ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിനാണ്. പ്രകൃതിയെ വളരെ അനുകൂലമാക്കി തീർത്തിരിക്കുകയാണ്. മഴയുടേതായ പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം അനുകൂലമായ തീർപ്പ് ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി തീർക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചന് മനസ്സിൽ തോന്നിയിരിക്കുകയാണ്. സകല മാനവും സകല നന്ദിയും എന്റെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ഈ വിവരം അറിഞ്ഞ സമയം മുതൽ ഇതുവരെയും ഈ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നടത്തുവാനും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ചെയ്യുവാനും ശക്തമായിട്ട് ഉചിതമായിട്ട് നടത്തുവാൻ ഇടയാക്കിയത് മുട്ടുകൊണ്ടയ്ക്കൽ സ്ഥല സഭകളിലെ ശുശ്രൂഷന്മാരും മൂപ്പന്മാരും സഹവിശ്വാസികളുമാണ്. അവരോട് എന്റെ പിതാവിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വലിയവനായ ദൈവത്തിന്റെയും നാമത്തിലുള്ള അഗാധമായ നന്ദി ഇത്തരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങള് മാതാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വളരെ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പഗിരി ആശുപത്രിയിൽ നിന്നും പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ നിന്നും ഇനിയും യാതൊരു മരുന്നുമില്ല, നിങ്ങൾക്ക് മാതാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മാതാവിനെ ഭവനത്തിലെത്തിക്കുകയും അങ്ങനെ ഞാൻ മാതാവ് ആ കട്ടിലിൽ ഇരിക്കുകയും കിടക്കുകയും ഞാൻ ആ തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു വാത്സല്യ സഹോദരൻ വിളിച്ചവരോട് പറഞ്ഞത്, പുഷ്പഗിരിയിൽ ഒന്ന് കൊണ്ട് കാണിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ആ മൂത്ത സഹോദരന്റെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ലഭിക്കുകയും ചെയ്തു. ആ ഡോക്ടറിനോട് പറഞ്ഞത് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ഒരു ചെറിയ സർജറി പോലെ ചെയ്താൽ മിക്കവാറും ശരിയാകും. 50% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, 50% നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് എന്റെ സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഭട്ടം ഒന്ന് വിടാഞ്ഞതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇവർ ദൈവവിശ്വാസികളാണ്, ഇവരെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രതിഫലം ലഭിക്കുന്ന ദിനമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ഡോക്ടർ, പൂർണ്ണമായിട്ടും 100% ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം അതിനെ വിടുതൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തിന് വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിനോട് മനസ്സിനെയും തോന്നുകയും അങ്ങനെ വിടുതൽ ലഭിച്ച് കഴിഞ്ഞ 6 വർഷക്കാലം കൂടി എന്റെ അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ ജീവനോടിരുന്ന് എന്റെ മാതാവ് എന്റെ അമ്മച്ചി എന്നുള്ള ആ ഒരു പൊസിഷൻ അലങ്കരിച്ചുകൊണ്ട് ആ ഭവനത്തിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചു. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എന്റെ മാതാവ് പ്രിയം വെച്ചിരിക്കുന്നതായ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്കാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. താമസമില്ല, ഇതാ ആ ദൂരം ആ ദിവസം വളരെ വിദൂരമല്ല. ആ അമ്മച്ചിയോടൊത്ത് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മരുമക്കളും കൊച്ചുമക്കളും ഒന്നിച്ച് ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പത്തോട് ഒന്നിച്ച് സന്തോഷിക്കും. ആ സുഖത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മനുഷ്യ രീതിയിൽ വിഷമമുണ്ടെങ്കിലും അസ്വർഗീയ സന്തോഷം ഓർക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കഴിയുകയാണ്. ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും പ്രിയ പിതാവിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കേട്ടതുപോലെ എവിടെ പോയാലും, പത്തനംതിട്ടയിലേക്ക് പോയാലും വേറൊരു കല്യാണ വീട്ടിലേക്ക് പോയാലും മരണ വീട്ടിൽ പോയാലും അവരീവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ പോകുന്നത് ഞങ്ങൾ ഓർക്കുന്നു. വളരെ ശുശ്രൂഷിക്കുവാനും എന്റെ അമ്മച്ചിയോട് പലപ്പോഴും പറഞ്ഞിട്ട് പോലെ സുവിശേഷ വേലയെ സഹായിക്കണം, സുവിശേഷകന്മാരെ സഹായിക്കണം, അതിനുപരിയായിട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട. എന്റെ മാതാവിനെ പഠിപ്പിച്ചത് എന്നെ കഴിയുന്നത് പോലെയൊക്കെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഫലം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന് മേലും ഞങ്ങൾ അനുഭവിക്കുന്നു. അതിനായിട്ട് ഞാൻ പ്രിയ അമ്മച്ചിയെ ഓർക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ച പാത ഞങ്ങൾ പിന്തുടരുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നന്ദി പറയുന്നത് എന്റെ മൂത്ത സഹോദരി ആലിസമ്മയോടാണ്. അവരുടെ ചെറുവാഴത്തിൽ തന്നെ അവർ വിധവയായി. ആ 2 കുഞ്ഞുങ്ങളെയും വളർത്തിക്കൊണ്ടുവരുവാൻ അവരുടെ ഭവനത്തിലേക്ക് പോകാതെ പല ദിവസങ്ങളില്ല, പലപ്പോഴും അവരുടെ ഭവനത്തിലേക്ക് അവർ പോയി നോക്കാറില്ല.
പ്രിയ മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട്, പ്രിയ പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ ഒരു ഭവനത്തിൽ നിന്നോട് എങ്ങോട്ട് പോവാതെ വളരെ സ്നേഹത്തോടുകൂടി, വളരെ വിനയത്തോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ശുശ്രൂഷിക്കുന്ന എന്റെ ഒരു സഹോദരിയെ ഞാൻ ആദരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാ കാര്യമായ നന്ദി ഞാൻ മുമ്പ് സഹോദരിയെ അറിയിക്കുകയാണ്. ദൈവങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അവർക്ക് മക്കളെ കൊടുത്തു, അവർക്ക് എവിടെയായിട്ട് കുഞ്ഞുങ്ങളെ കൊടുത്തു, അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകത ക്ഷണം സ്വീകരിച്ച് വന്നതിൽ നിന്നും ചെറിയ ചുരുക്ക സമയത്താണെങ്കിലും വളരെ വിശാലമായിട്ട് വിളമ്പിത്തരുവാൻ പ്രിയ കർത്താവിന്റെ ദാസൻ വിനിവരെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെയും എന്റെയും പ്രത്യേക മുന്നോട്ടുള്ള സംഘടനയും നന്ദി ഇത്തരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞ് വളരെ ദൂരത്തും അടുത്തുമായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ ചാർച്ചക്കാരും, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിരിക്കുന്നവര്, അയൽവാസികള്, എന്നെ സ്നേഹിക്കുന്നവര് എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പിതാവിന്റെയും എന്റെ ഭവനത്തിന്റെയും എന്റെ സഹോദരങ്ങളുടെയും ഏറ്റവും വിനയമായിരിക്കുന്ന നന്ദി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. പ്രിയമാതാവിന് 6 മക്കളുണ്ടായിരുന്നു, 6 മരുമക്കളുണ്ടായിരുന്നു. അവർക്ക് അതിൽ 2 മക്കളിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ എന്റെ അമ്മച്ചിക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിച്ചത്. അവരോടൊത്ത് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുവാനും അവരുടെ എത്തിച്ച് സന്തോഷിക്കാനും എന്നാണ് അവരോട് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. 14 കൊച്ചുമക്കളും ഇതായ അവർക്ക് ഒരു 2-3 തലമുറയെ കാണുവാനുള്ള പ്രിയ അമ്മച്ചിക്ക് വളരെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബം ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാരദാവർദ്ധന പലരും കടന്നു വരുന്നു. വളരെ ബിസി ഷെഡ്യൂളായിരുന്നു. BS കുടിച്ചാൽ അദ്ദേഹത്തിന്റെ ഫാദറിലോ കോമയിലാണ്, തിരുവല്ല മെഡിക്കൽ മെഷീനിൽ കഴിയുന്നു. അതിന്റെ ഫോൺ വന്നതിനാണ് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു പോയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പെരുങ്കാട്ട് കുടുംബത്തിന്റെയും മുണ്ടുകടയിലെ പ്രഥമ അസംബ്ലിയുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് വിരമിക്കുന്നു. നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ബോധപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഞാൻ എടുക്കും. 2 കാര്യങ്ങൾ ആ 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കും. ഒന്ന് ആത്മീയ കാര്യമാണ്, ഒന്ന് ഭൗതിക കാര്യം. ഈ സഭ ഇവിടെ രൂപം കൊള്ളുമ്പോൾ 4 പിതാക്കന്മാർ ഇവിടെ ഷെഡ് കെട്ടി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഇവിടെ ആരംഭിച്ചത്. ഏതാണ്ട് 90 വർഷങ്ങളോളം ആകുന്നു. അതിലൊരു പിതാവ് സമയസാറിന്റെ പിതാവാണ് വേടങ്കാട്ടിൽ വർക്കി ഈശോ എന്ന് പറയും. ഒന്ന് എന്റെ പിതാവാണ് മണ്ണിൽ പോയി കൊടുത്താൽ അവർ ആരംഭിച്ചതായ കൂടിവരവ് 40 ഭവനങ്ങൾ ഞങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇവരെയും ഇവിടെ കൂടി നടക്കുന്നു, പലരും കടന്നുപോയിട്ടുണ്ട്. ഒന്ന് ആ കാര്യമാണ്. 2 ഈ മലയാള സഹോദരികൾ 3 മൂത്ത സഹോദരിമാരെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഭവനത്തിലാണ്. പിന്നീട് സംവിധാനത്തിന്റെ 2 പ്രദേശം വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ സഹോദരിമാരാണ്. അതിനെല്ലാവരും ആ രീതിയിലും ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്രയും നാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ദൈവം നടത്തുന്നു. ദൈവനാമത്തിൽ പ്രാർത്ഥിക്കണം. മഹോന്നതനായ ദൈവത്തെ സംഖ്യരാവും തിരുനാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഉത്സവങ്ങളെ ഉപയോഗിക്കുന്നത് കർത്താവിനെ ചേർത്തുകൊണ്ട് ഇന്ന് ആ ഔദ്യോഗിക സിസ്റ്റം ഇന്ത്യകളെ പറയുകയും പോവുകയാണ്. ദൈവത്തോടും കൂടിയും ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ തിരിഞ്ഞോക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് എത്ര വിശേഷമായിരുന്നു. ഞങ്ങളിൽ കുറവുകളും തെറ്റുകളും ഒക്കെ വന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ ഇത്രത്തോളം നടത്തി ഈ ജനസഭയെ ഇത്രത്തോളം കൊണ്ടുപോകാൻ ദൈവത്തെ സഹായിച്ചതിനെ പറ്റി ആയിസ്തോത്രം. ഈ സമാധാനത്തിലുള്ള എല്ലാ അംഗങ്ങളെയും പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനകളിലേക്ക് ഈ കർത്താവിനോടുള്ള ബന്ധത്തിന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ വർക്കിയാണ്. അവരുടെ ബന്ധുക്കൾ, മിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, നിവാസികൾ, ദൂരത്തും കാലത്തും ദൂരത്തു നിന്നൊക്കെയും വന്ന നിന്റെ മക്കളെയൊക്കെ ഞങ്ങൾ വർക്കാണ്. ഈ കർത്താവിന്റെ മുഖത്ത് ദൈവം ഓരോരുത്തരെ കൂട്ടിവരും. കർത്താവിനെ സംബന്ധിക്കാൻ ദൈവം സഹായിച്ചു. എല്ലാവർക്കും മരണമുണ്ട്. ആ അബദ്ധനായ കൊച്ചു യുവതേശുമാരി ഞങ്ങൾ ഓർക്കുകയാണ്. മുതലായി നില കെട്ടിക്കൊണ്ടതാലും അവിടെയും കുറിച്ച് കയറിച്ചിട്ട് ആ മരണത്തെ കൊലകളെ ആർക്ക് കടന്നുപോകാൻ സാധിച്ചില്ല.
Let
എന്റെ വണ്ടിക്ക് വലിയൊരു കുടം. രക്ഷപ്പെട്ടോരക്കേറെ കൂടി ആകാശേ വിളിക്കും നേരം കാണും എന്തേരോ വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എന്തേരോ ക്രിസ്ത്യനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത്യൻ ശോഭ ധരിപ്പാൻ ഉയർത്തുക വിളിക്കും നേരം കാണും എന്തേരോ വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എന്തേരോ വിളിക്കും നേരം കാണും
ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. സെമിത്തേരിയിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ഭവനത്തിലെ ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹകരമാക്കി തീർത്തു. സഭാ ഹാളിലെയും ശുശ്രൂഷ വളരെ അനുഗ്രഹകരമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. കാലാവസ്ഥ കർത്താവെ, പ്രിയ എൻ്റെ മകളെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വിളിച്ച് വേർതിരിച്ചു. എന്നാൽ തൻ്റെ ഭൗതികമായ ശരീരം കർത്താവെ ഇന്ന് ഇവിടെ ഈ സെമിത്തേരിയിൽ ഞങ്ങൾ അടക്കം ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗുരുത്വം ശ്രമേൽപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ അതിമഹത്വവും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ജീവിതത്തിലെ ഒടുവിലത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു സെമിത്തേരിയാണ്. എത്ര പ്രതാപത്തോടെ ജീവിക്കുന്ന മനുഷ്യനും ഒടുവിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മരണം നിശ്ചയമാണ്, സമയം മാത്രം നിശ്ചയമില്ല. നമ്മുടെ വാത്സല്യ അമ്മച്ചി 82 വർഷങ്ങൾ ഈ ലോകത്ത് ജീവിച്ചു. അവരുടെ മക്കളെയും കാണുവാൻ, പല തലമുറകളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി. അവരൊക്കെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്നത് കാണുവാനും പ്രിയമാതാവിന് ഭാഗ്യം കൊടുത്തു. വളരെ അനുഗ്രഹീതമായ ജീവിതം കാഴ്ചവെച്ച് തക്ക സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. വേർപാട് ദുഃഖകരമാണെങ്കിലും ആ ദുഃഖത്തെ കവിയുന്ന വിലപ്പെട്ട പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ രക്ഷയായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമൃത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയുടെ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. നമ്മുടെ പ്രത്യാശ പുതുക്കുന്ന മനോഹരമായ വേദഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമൃത്യത്തെയും ഈ ബലഹീനമായത് തേജസായതിനെയും പ്രാപിക്കുവാനായിട്ട് പോകുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഓരോ സുപ്രസംഗം പറയുന്നത് ഒരു ക്രിസ്തുഭക്തന്റെ ഭൗതിക ശരീരം മണ്ണിൽ അടക്കം ചെയ്യുന്നത് ഒരു വിതയാണ് എന്നാണ്. നാം ഏതെങ്കിലും ഒരു വസ്തു ധരിച്ചാൽ അതിന്റെ ചില ദിവസങ്ങൾ മണ്ണിൽ കിടന്നതിന് ശേഷം അത് പൊട്ടി വേറൊരു സസ്യമായ ഒരു മനോഹരമായ സസ്യമായത് കിളർത്തു വരികയാണ്. അതുപോലെ ഈ ഭൗതിക ശരീരം, ഈ പ്രാകൃത ശരീരം, ബലഹീനമായ ശരീരം നമ്മുടെ ഈ മണ്ണിൽ ധരിക്കുവാനായിട്ട് പോവുകയാണ്. താമസമായ യാതൊരു ബലഹീനതയില്ലാത്ത മനോഹരമായ ഒരു പുതിയ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഭർത്താവും എന്റെ മക്കളും എന്റെ മരുമക്കളും എന്റെ സഹോദരങ്ങളും എന്റെ പ്രിയപ്പെട്ടവരും എന്റെ കൂട്ടുവിശ്വാസികളും അയൽക്കാരും എല്ലാവരും ചേർന്ന് എനിക്കൊരു സമസംസ്കാരം നൽകിയില്ലേ? എന്നാൽ ഹേ മരണമേ, എന്നോടുള്ള ബന്ധത്തിൽ നിന്റെ ജയമെവിടെ? ഈ വായ കൊണ്ട് ചോദിക്കാൻ പോവുകയാണ്. അടുത്തതായി ഈ വായ തുറന്ന് ചോദിക്കുന്ന പറയുന്ന കാര്യമാണ് നാം വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്നാണ് നാം വായിക്കുന്നത്. മരണം എന്നുള്ളത് വാസ്തവത്തിലൊരു ശത്രുവാണ്. ഭാര്യയെ ഭർത്താവിൽ നിന്ന് വേർപെടുത്തുന്ന, ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് വേർപെടുത്തുന്ന, മക്കളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തുന്ന ഒരു ശത്രുവാണ് മരണം. എന്നാൽ ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകാനായിട്ട് പോവുകയാണ്. അതിങ്ങനെയായിരുന്നു അതിന്റെ തലക്കെട്ട്. മരണമേ, നിനക്ക് എന്തുകൊണ്ട് മരണമില്ല? ആ മനുഷ്യൻ മരണത്തോട് ചോദിക്കുകയാണ്, അല്ലയോ മരണമേ, നിനക്ക് എന്തുകൊണ്ടൊരു മരണമില്ല? നീ എന്റെ പിതാവിനെ കവർന്നെടുത്തു, എന്റെ പ്രിയപ്പെട്ടവരെ കവർന്നെടുത്തു, എന്നാൽ നിനക്ക് എന്തുകൊണ്ടൊരു മരണമില്ല? മരണം ഉണ്ടാവുകയില്ല. ദുഃഖവും മറുപടിയും കഷ്ടതയും കണ്ണുനീരും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള മനോഹരമായ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവത്തിന്റെ സ്തോത്രം. ഗംഭീരനാഥ് മുഴങ്ങുമ്പോൾ ഈ സെമിത്തേരിയിൽ നിന്ന് അനേക വിശുദ്ധന്മാർ പുനരുത്ഥാനം ഭാവിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ശരിയാമച്ചയും പുനരുത്ഥാനം ഭാവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവനാരും ഒരു നാൾ മരിക്കയില്ല, ഇതിനെ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാൽ ഒരു നാൾ മരിക്കുകയില്ല. വാസ്തവത്തിൽ മരണമെന്ന് പറയാൻ പറ്റുകയില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിദ്രയാണ്. ഈ നിദ്ര വിട്ട് മനോഹരമായ ഒരു ഉയർത്തിന്റെ പെൺപുരയിൽ തേജസ്സോടെ എഴുന്നേറ്റ് വരാനായിട്ട് പോവുകയാണ്. എന്ന് വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. നമ്മുടെ കർത്താവിന്റെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തെളിഞ്ഞ പ്രത്യാശയോട് ഈ ഭൗതിക ശരീരം നമുക്ക് ഈ മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പ്രത്യാശയുടെ ഇടയിൽ നമുക്ക് ചേർന്ന് പാടാം. ഞാനീഹത്തിൽ മണ്ണോടു മണ്ണായാലും വാനത്തിൽ നീ, ഞാനീഹത്തിൽ മണ്ണോടു മണ്ണായാലും വാനത്തിൽ നീ വന്നു വീഴിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത്, വന്നു വീഴിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത്, എന്നിനിയോ വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. പിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിനായി നിന്നോട് സ്തോത്രം. അവിടെ ഞങ്ങളുടെ മഹത്വത്തിന് പ്രത്യാശയായ ദൈവമായിരിക്കുന്നോട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഇരിക്കുന്ന വിലപ്പെട്ട പ്രത്യാശയ്ക്കായി സ്തോത്രം. നല്ലവനല്ലോ, അവരുടെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകരം ഞങ്ങളെ ഏറ്റുപാടി അങ്ങയുടെ വലിയനാമത്തെ സ്തുതിക്കുന്നതാണ്. ഞങ്ങളെ വാഴ്ത്തുന്നു. സുഹൃത്തുക്കളൊക്കെ അവിടെ ആദരിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളെ ഭൗതിക ശരീരപ്പോൾ മണ്ണിൽ മറുപടിയാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ തന്നിരിക്കുന്ന പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതശക്തത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരുടെ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്നുള്ള വലിയ ദൈവജനത്തിനായി നിന്നോട് സ്തോത്രം. ഇതുവരെയും ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുവാനായിട്ട് ഒരു നിമിഷമുണ്ട്. അങ്ങനെ ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതുമാണ്. ഈ ദേഹം കെട്ടുപോകിലോ, ഈ ദേഹം കെട്ടുപോകിലോ, ഈ ദേഹം കെട്ടുപോകിലോ, ഈ ദേഹം കെട്ടുപോകിലോ, മാതത്ത് ഒത്തു ചേർന്നിടോ നാമേ, കാർത്തൻ കാകല മാതത്ത് ഒത്തു ചേർന്നിടോ നാമേ, വിൺകേകം പോകിടുമെന്ന് വിൺകേകം ഏകിടുമെന്ന് വിൺകേകം പോകിടുമെന്ന് വിൺകേകം ഏകിടുമെന്ന് കാർത്തൻ കാകല കാലത്ത് ഒത്തു ചേർന്നിടോ നാമിനെ, കോട കോടിശുദ്ധരായി പേരൻ കൂടെ വാഴുവാൻ കാർത്തൻ കാകല കാലത്ത് ഒത്തു ചേർന്നിടോ നാമിനെ, കാർത്തൻ കാകല നാമത്തിൽ ഒത്തു ചേർന്നിടോ നാമിനെ. ഓഹരിയെടുപ്പാൻ എഴുന്നേറ്റ് വരും. പൊടിപണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുന്നുള്ള വചനപ്രകാരം ഞങ്ങൾ ഈ ഭൗതിക ശരീരം മണ്ണിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. കാണും മുഖാമുഖം നാമിനെ പ്രാണേശ്വരേശ്വരിനെ പ്രാണേശ്വരേശ്വരിനെ കണ്ണീരെല്ലാം കണ്ണും യേശുവിൻ കൈകൾ തുടച്ച്
വീഴും യേശുവിൻ കൈകൾ തുടച്ചിടുമേ. സമ്പന്നനും നിത്യമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നിന്റെ ദാസിയെ ക്രിസ്തുവിലേക്ക് ചേർത്ത് അവിടുത്തെ നാം മുഖത്തും വെളിപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് ഇതുവരെയും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും പരിപാലനവും ഞങ്ങൾക്ക് അതിയോടന്തം അനുഭവിക്കാൻ ഇടയായതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശുസ് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം ഓരോരുത്തരോടും ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഇന്നുവരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ സ്തോത്രം. Thank you.